അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷമെന്ന് പറഞ്ഞാൽ വിഷുവിൻ്റെ തലേന്ന് നമ്മൾ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. വിഷു കഴിഞ്ഞിട്ട് കുറച്ച് നാളായാൽ കൂടി നമുക്ക് ഇടാൻ സമയമുണ്ടല്ലോ, വീഡിയോസ് അല്ലേ, കുഴപ്പമില്ല. അപ്പം ഞാൻ, ചേച്ചി, അനിയൻ, അനിയത്തി എല്ലാവരും കൂടെ ലുലു മോളിലോട്ട് പോയി വിഷു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ദാ കണിക്കൊന്നകൾ നിൽക്കുന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. കുറച്ച് പറിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ട് പറിച്ച് വയ്ക്കാം, കാരണം വീട്ടിൽ കണിക്കൊന്നയില്ല. പിന്നെ വാമി ലുലു മോളിൽ പോയാൽ ഫസ്റ്റ് ആ ഇതിൽ കയറി ഇരിക്കുക, കാരണം പിന്നെ അവളെ ഉരുട്ടിക്കൊണ്ട് നടക്കണം. നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരു ആനയെ കണ്ടു, കൊള്ളാം, ഇതിനൊന്നും നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എന്താണ് വാങ്ങാൻ പോയെന്ന് വെച്ചാൽ അറിയത്തില്ല. മാമിയെ സ്കൂളിലാക്കുകയാണ്, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ നോക്കി. വിലയൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു വെച്ചു. അത്രയ്ക്കുള്ള റിച്ചൊന്നും അല്ലല്ലോ നമ്മൾ. പിന്നെ നമ്മൾ കുറച്ച് മലക്കറിയൊക്കെ മേടിക്കണം, കാരണം കണിയൊക്കെ വയ്ക്കണമല്ലോ. അങ്ങനെ ചേച്ചി ഓരോന്നും ഇങ്ങനെ നോക്കി എടുക്കണം. ഇത് സ്റ്റൈൽ കണ്ടാൽ വിചാരിക്കും അവൾക്ക് ഇതിനെപ്പറ്റി ഭയങ്കര അറിവാണെന്ന്. ഒരു വകയും അറിഞ്ഞുകൂടാ, പിന്നെ പോയി എടുക്കണമെന്നേ ഉള്ളൂ. പിന്നെയാണ് ഈ കിറ്റ് കണ്ടത്. പക്ഷെ കൊള്ളാം കേട്ടോ, ഈ കിറ്റിൽ ഈ ഒരു സെറ്റ് സാധനമൊക്കെ കിട്ടും. പിന്നെ ചേച്ചി അവിടെ പോയപ്പോൾ ഒരു കേക്ക് വാങ്ങാൻ നോക്കി. പിന്നെ വാമി അലിമ്പാണ്, എവിടെയെങ്കിലും പോയാൽ പിന്നെ അവൾ അലിമ്പാണ്. പിന്നെ നമ്മൾ കുറച്ച് പർച്ചേസിങ് ഉണ്ടായി. പർച്ചേസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അവിടെ കൗണ്ടറിൽ ഏൽപ്പിക്കാൻ പോയി, കാരണം നമുക്ക് മുകളിൽ പോയി സാധനങ്ങൾ മേടിക്കണം. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ കൗണ്ടറിൽ ഏൽപ്പിച്ചു. ആദ്യം അവർ പറഞ്ഞു വയ്ക്കില്ല, ഫില്ലായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ ചേട്ടൻ എന്തോ പറഞ്ഞ് ഡീൽ ചെയ്ത് അതൊക്കെ അങ്ങ് നടത്തി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കാശിക്ക് ഇതുപോലത്തെ ഒരു 10 വണ്ടി വാങ്ങിച്ചു കൊടുത്ത് അവൻ പിന്നെ ഒന്നും മിണ്ടൂല. അത്രയ്ക്ക് ഇവന് ഇതിനോടൊക്കെ ഭയങ്കര ക്രേസാണ്. അത് കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ പോയ എന്തെങ്കിലും കലമ്പ് പരിപാടികൾ കാണിക്കുള്ളൂ. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദെൻ നമ്മുടെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. പർച്ചേസിങ് ഭയങ്കര വലിയ പർച്ചേസിങ് ഉണ്ടോയെന്ന് കേട്ടാൽ ഇല്ല, ചെറിയൊരു പർച്ചേസിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ ചേച്ചിയും ചേട്ടനും ഏതോ ഒരു വഴിക്ക് പോയി, ഞാനും അനിയനും വേറൊരു വഴിക്ക് പോയി. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് ഞാനുണ്ടല്ലോ, ഇത് വോയിസ് എന്തോ പറയാൻ നോക്കിയാണ്, പക്ഷെ നടന്നില്ല. ഇത് എൻ്റെ അനിയത്തിയാണ്. ഇവൾ മറ്റേ ബോബനും മോളിയും പോലെയാണ്. എൻ്റെ പിറകെ ഇങ്ങനെ നടക്കും, ചേച്ചി 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 എന്നും പറഞ്ഞ്. ഞാൻ കൊച്ചിലെ ഇങ്ങനെ കരിയൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് കൊണ്ട് നടന്ന കൊച്ചാണ്. ഇപ്പം വലുതായി വലിയൊരു കൊച്ചായി മാറി. അപ്പം ഞാൻ എന്തൊക്കെയോ പറയണം. ആ സമയത്ത് ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ഓർമ്മയില്ല. പിന്നെയാണ് നമ്മൾ ചേച്ചിയും ചേട്ടനും വേറെ വഴിക്ക്, ഞങ്ങൾ വേറെ വഴിക്കായി. അങ്ങനെ അവസാനം വഴി തെറ്റി അവർ വേറെ എവിടെയോ പോയി, ഞങ്ങളും വേറെ എവിടെയോ പോയി. പിന്നെ ഞങ്ങൾ ചേച്ചിയും ചേട്ടനെയും കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. അത് ഭയങ്കര കോമഡിയാണ്, കാരണം ഫോണൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ 3 പേരും ഏതെങ്കിലും വഴിയിൽ, ചേച്ചിയും ചേട്ടനും മാമിയും വേറെ വഴിയിലായേനെ.